ലോഡ് ആൻഡ് ബ്ലോക്ക് ഡോട്ടർ ടെസ്റ്റ് ആണ് 3-phase സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോ ലോഡിൽ ഈ ബെൽറ്റ് നമ്മൾ ലൂസാക്കിയിടും, നോ ലോഡിൽ ഈ മെഷീൻ കറങ്ങും, ബ്ലോക്ക് ഡോട്ടറിൽ നമ്മളിത് ടൈറ്റ് ആക്കും. നമ്മൾ ആ റീഡിംഗ് ഒന്നും എടുക്കില്ല, അത് ടൈറ്റ് ആക്കും. അപ്പോൾ എന്തായിരിക്കും, അത് ടൈറ്റ് ആക്കും. അപ്പോൾ അത് റോട്ടേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നോ ലോഡിൽ അത് ചുറ്റും, ബ്ലോക്ക് ഡോട്ടറിൽ ചുറ്റുന്നില്ല, നമ്മൾ ടൈറ്റ് ആക്കിയിടും. ഓക്കെ, നോ ലോഡിൽ ലൂസായിരിക്കും. ആൻഡ് നമ്മൾ ഇതെന്ന് പറയുമ്പോൾ കണക്ഷൻസ് ഡയറക്റ്റ് നമ്മൾ ഡിമർച്ചായിട്ട് എടുത്ത് കൊടുക്കുന്നു. ആകെ ഇതിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് നോ ലോഡിൽ നമ്മൾ റേറ്റഡ് വോൾട്ടേജ് ആക്കിയിട്ട് അവിടുത്തെ അമ്മീറ്റർ ആൻഡ് വാട്ട് മീറ്റർ റീഡിംഗ് എടുക്കുന്നു. ബ്ലോക്ക്ഡ് റോട്ടറിൽ നമ്മൾ റേറ്റഡ് കറണ്ട് ആക്കിയിട്ട് അവിടുത്തെ വോൾട്ട് മീറ്റർ ആൻഡ് വാട്ട് മീറ്റർ റീഡിംഗ് ആണ് എടുക്കുന്നത്. ആൻഡ് കണക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതെന്ന് പറയണത് ബ്ലോക്ക്ഡ് റോട്ടറിൻ്റെ കണക്ഷനാണ്. അപ്പോൾ നമ്മുടെ ബെൽറ്റ് എന്ന് പറയുന്നത് ഇത് ടൈറ്റാണ്. ആൻഡ് പിന്നെ നമുക്ക് ഇവിടെ കണക്ഷൻസ് വരുന്നത് ഇതിലുള്ള കണക്ഷൻസാണ്. അതായത് ഇവിടെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ A1 A2 B1 ഷോർട്ടാണ്, A1 C2 ഷോർട്ടാണ്, B2 C1 ഷോർട്ടാണ്. അങ്ങനെ നമ്മൾ അത് രണ്ടിനും സെയിം തന്നെയാണ്. നമുക്കിവിടെ ഉണ്ട് A1 C2 B1 A2 C1 B2. അത് നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ബാക്കി കണക്ഷൻസൊക്കെ അങ്ങനെ കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് UPF LPF മാറുന്നുണ്ട്. നോ ലോഡിന് LPF ആണ്, ബ്ലോക്ക് ഡോട്ടറിന് UPF ആണ്. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ റെസിസ്റ്റൻസ് മെഷറാണുള്ളത്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് മെഷർമെൻറ്റിൻ്റെ സർക്യൂട്ടാണ് വരുന്നത്. ഇതിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ വോൾട്ട് മീറ്റർ ഇവിടെ ഇതിന് പാരലൈറ്റും കൊടുക്കാം. ഇവിടെ നമ്മൾ പഴയ സർക്യൂട്ടൊക്കെ എന്തെല്ലാണ് നമ്മളിവിടെ ഒന്നുകിൽ A1 A2 അല്ലെങ്കിൽ B1 B2 അല്ലെങ്കിൽ C1 C2 ഏതെങ്കിലും സെയിം ആയിട്ടുള്ള ഇതിന് അക്രോസ് ആയിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. ഒന്നുകിൽ A1 A2 അല്ലെങ്കിൽ B1 B2 അല്ലെങ്കിൽ C1 C2 അങ്ങനെ കൊടുക്കുക. ആൻഡ് കണക്ഷൻസ് വരുന്നത് നമ്മൾ ഫസ്റ്റ് പ്ലസ് മൈനസ് ഇവിടെ എങ്ങനെ എടുക്കുന്നത്, ഇത് AC സൈഡാണ്. അപ്പോൾ നമുക്ക് DC ആണ് റെസിസ്റ്റൻസ് വേണ്ടത്. റെസിസ്റ്റൻസ് മെഷർമെൻറ്റിന് നമ്മുടെ റിയോസ്റ്റാറ്റ് എപ്പോഴും എന്തായിരിക്കണം, മാക്സിമത്തിലായിരിക്കണം. അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു റിയോസ്റ്റാറ്റ് വെക്കുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ റിയോസ്റ്റാറ്റ് എപ്പോഴും മാക്സിമത്തിലായിരിക്കണം. ഇതിന് സീരീസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യണം. എന്നിട്ട് ഇത് വേരി ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു കുറച്ച് പേര് എടുക്കുക. അപ്പോൾ വേരി ചെയ്യുമ്പോൾ വോൾട്ട് മീറ്റർ റീഡിംഗ് എടുത്തിട്ട് അങ്ങനെ അതിൻ്റെ ആവറേജ് വേണ്ടിയിട്ടാണ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്.